അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി കമാ ലാ നിഹായത ലികമാലിക് വഅദദ കമാലിഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മസലു കലിമത്തിൻ ത്വയ്യിബത്തിൻ കശജറത്തിൻ ത്വയ്യിബ അസ്ലുഹാ സാബിതുൻ വഫർഉഹാ ഫിസ്സമാ തുഅതി ഉകുലഹാ കുല്ല ഹീൻ. പരിശുദ്ധ ഖുർആനിന്റെ ഒരു സുവാർത്തയാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ റജബ് മാസത്തിൽ പ്രത്യേകിച്ച് ഖാജ മുഈനുദ്ദീൻ ചിസ്തി അജ്മീരി തങ്ങളുടെ ഹ്രസ്വമായ ജീവിത ചരിത്രത്തിനെ പറയുവാൻ തിരഞ്ഞെടുത്തതും അദ്ദേഹത്തിന്റെ ജന്മ മാസമായ റജബ് തന്നെയാണ്. ഈ ലോകത്ത് ധാരാളം ഔലിയാക്കന്മാർ, ആരിഫീങ്ങൾ, സ്വാലിഹീങ്ങളെ അള്ളാഹു പ്രദാനം ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ പ്രവാചക നിണവുമായിട്ട് ബന്ധം ഉള്ള ഔലിയാക്കന്മാർ ധാരാളം ഉണ്ട്. അവർ വളരെയേറെ പ്രശസ്തരും ആണ്. ഉദാഹരണം, ഗൗസുൽ ആദം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയായ ഒരു വലിയാണ്. അതുപോലെ റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ സന്താന പരമ്പരകളിൽ പെട്ട ആളാണ് അജ്മീർ ഖാജ സുൽത്താനുൽ ഹിന്ദ്. ഇവരുടെ പ്രവർത്തനം ലോകത്താകാശത്തിന്റെ താഴ്ഭാഗത്ത് ഭൂമിയുടെ മുകൾ പരപ്പിൽ താമസിക്കുന്ന എല്ലാവർക്കും ഉപയോഗപ്രദമാണ്. ജീവനുള്ളവർക്കും ജീവനില്ലാത്തവർക്കും, ജീവനുള്ള ജീവജാലങ്ങൾക്കും ജീവനില്ലാത്ത ജീവജാലങ്ങൾക്കും, സസ്യലതാദികൾക്കും മണൽ മണികൾക്ക് പോലും ഔലിയാക്കന്മാരുടെ ജീവിതം അനുഗ്രഹമാണ്. കാര്യം, പ്രവാചകന്മാരെ അല്ലാഹു സൃഷ്ടിച്ചത് മനുഷ്യരെയും മലക്കുകളെയും മാത്രം ഉദ്ദേശിച്ചല്ല, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തു വക ജീവജാലങ്ങൾക്കും അനുഗ്രഹത്തിന് വേണ്ടിയാണ്. അതാണ് ഖുർആനിൽ പറഞ്ഞത്, വമാ അർസൽനാക ഇല്ലാ റഹ്മതൽ ലിൽ ആലമീൻ. പച്ചപ്പുൽക്കൊടിപ്പുകൾക്ക് പോലും റസൂലുള്ളാഹിന്റെ ജീവിതം ഗുണകരമാണ്. കാര്യം, പച്ചപ്പുല്ലുകളെയും മരത്തടികളെയും മൺകട്ടകളെയും പാറകളെയും ജലാശയത്തിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിനെയും ഒഴുകിപ്പോകുന്ന വെള്ളങ്ങളെയും സമുദ്രജലം വരേക്കും ഉള്ളതിന് ഉപകാരപ്രദമാണ്. കാര്യം, അതിനോട് നീ മര്യാദയായി ഉപയോഗിച്ചു കൊള്ളണം എന്നുള്ള നിർദ്ദേശം. ഒരുപാട് വിശദീകരണത്തിന് സാധ്യതയുള്ളതായ ഒരു കലിമത്താണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. മസലു കലിമത്തിൻ ത്വയ്യിബത്തിൻ, പരിശുദ്ധമായ കലിമത്ത്, പരിശുദ്ധമായ വിശുദ്ധമായ കലിമത്ത്, കശജറത്തിൻ ത്വയ്യിബ, പരിശുദ്ധമായ മരം പോലെയാണ്. ഒരു മനുഷ്യന്റെ ജീവിതവും അയാളുടെ വിശ്വാസത്തിനെയും പരിശുദ്ധ മരത്തിനോടാണ് അള്ളാഹു ഉപമിച്ചത്. ആ മരത്തിലുള്ള എല്ലാം മാനവരാശിക്കും അല്ലാത്തവകൾക്കും ഉപയോഗം എന്നതുമാതിരി ആ കലിമത്തു തഹ്ലീൽ ഉൾക്കൊള്ളുന്ന മനുഷ്യന്റെ ജീവിതം മാനവരാശിക്കും എല്ലാറ്റിനും ഉപകാരപ്രദം ആണ്. ഈ പരിശുദ്ധമായ കലിമത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഏകനായ അല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഏകനായ അല്ലാഹു മാത്രമാണ് എല്ലാത്തിനും ആശ്രയമായിട്ടുള്ളത്. അവനല്ലാതെ മറ്റൊരു ഇലാഹില്ല, മറ്റൊരു ദൈവമില്ല, മറ്റൊരു സൃഷ്ടാവില്ല. ഉണ്ടോ? ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊള്ളുന്ന, അതനുസരിച്ച് ജീവിച്ചു വരുന്ന മഹാന്മാർ, അത് ത്വയ്യിബത്തായ ശജറത്ത് പോലെയാണ്. അസ്ലുഹാ സാബിതുൻ, അതിന്റെ അടിഭാഗം ഭൂമിയുടെ അടിഭാഗത്തിലേക്കാണ്. വഫർഉഹാ ഫിസ്സമാ, ആകാശത്തിൽ വിടർന്ന് പടർന്ന് പന്തലിച്ച് എല്ലാറ്റിനും തണലേകുന്ന
ഒരു മരമായിട്ട് നിൽക്കുകയാണ് ഷജറത്തുൻ ത്വയ്യിബ, പരിശുദ്ധമായ മരം. അതുപോലെ തന്നെ ഈ പരിശുദ്ധമായ മരം കലിമത്തു തഹ്ലീലാകുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ട മഹാനാകുമ്പോൾ ഈ പ്രപഞ്ചത്തിന് മുഴുവനും ഗുണമാണ്. എല്ലാ സന്ദർഭങ്ങളിലും ആ മരത്തിൽ നിന്നും ഫലവർഗങ്ങൾ, ഉപയോഗങ്ങൾ ഉണ്ടാകുന്നു. ഏത് സമയത്തും ഏത് സന്ദർഭങ്ങളിലും അകലത്തും അടുത്തും ആകാശത്തും ഭൂമിയിലും ഈ ഭൗതിക ലോകത്തും അനശ്വരമായ ആത്മീയ ലോകങ്ങളിലും ഗുണം ഇങ്ങനെ വർഷിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മരമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തുൻ ത്വയ്യിബ, പരിശുദ്ധമായ കലിമത്ത് ഉൾക്കൊണ്ട് ജീവിച്ച മഹാന്മാർ. പ്രപഞ്ചം മാസിവൽ ബാരി തആല, അല്ലാഹു തആല അല്ലാത്ത സർവചരാചരങ്ങൾക്കും പ്രപഞ്ചം എന്ന് പറയും. ആ പ്രപഞ്ചം മുഴുവനും എപ്പോഴും പടർന്ന് പന്തലിച്ച് പൂത്ത് കാച്ച് പാകമായി കിടക്കുന്ന രുചികരമായ പഴവർഗമുള്ള ഒരു മരമാണ് പരിശുദ്ധ കലിമത്തായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത്. അതിനെ ഉൾക്കൊള്ളുന്നവർ എത്ര സൗന്ദര്യ സൗരഭ്യതയോടുകൂടിയാണ് അള്ളാഹു ഒരു പൂർണ്ണ വിശ്വാസിയെ അവതരിപ്പിച്ചിരിക്കുന്നത്. മരത്തിന്റെ എല്ലാ ഭാഗവും ഗുണമാണ്. ആ മരം നശിക്കാത്ത മരമാകുമ്പോഴോ എപ്പോഴും പൂക്കുന്നതും എപ്പോഴും കായ്ക്കുന്നതും എപ്പോഴും വിവിധ വർണ്ണ ശോഭയാലും അതിന്റെ രുചിയാലും ഉള്ള പഴങ്ങൾ എപ്പോഴും എല്ലാവർക്കും കോടി ജനങ്ങൾ വന്ന് ആവശ്യപ്പെട്ടാലും അവരുടെ വിശപ്പടക്കുവാൻ, ആരോഗ്യ സംരക്ഷണത്തിനും രുചി ആസ്വദിക്കുവാൻ, ശരീര സൗന്ദര്യത്തിനും ആത്മീയ സൗന്ദര്യത്തിനും പര്യാപ്തമായ എല്ലാ വിഭവങ്ങളും ഉള്ളതായ എല്ലാ വിഭവങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു മരമാകുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തഹ്ലീൽ ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ അയാളുടെ ഉള്ളിൽ അന്തർലീനമായ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് നശ്വരതയില്ല, അനശ്വരമാണത്. നശ്വരതയില്ല. ആ ആത്മാവിന് നശ്വരതയില്ല. ഒരല്പസ്വല്പം കൂടുമാറ്റം കാണിക്കുന്നു. മരണം എന്ന പ്രക്രിയ കൊണ്ട് കൂടുമാറ്റം കാണിക്കുന്നതല്ലാതെ അള്ളാഹുവിന്റെ പ്രത്യേക കൽപ്പനയിൽപ്പെട്ട മനുഷ്യാത്മാവ് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് ഉൾപ്പുളകം ഉണ്ടാകുമ്പോൾ അതിന് കൊടുക്കുന്ന സ്ഥാനമാനങ്ങൾ, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ പ്രവാചകന്മാർക്ക് പകരമായിട്ട് ലോകത്ത് വന്ന പ്രവാചകരല്ലാത്ത അതേ സവിശേഷതകളിലും അതേ ഗുണപരമായ കാര്യങ്ങളിലും ലോകത്തിനെ നിയന്ത്രിക്കുന്ന, പ്രപഞ്ചത്തിനെ നിയന്ത്രിക്കുന്ന, കടലിനെ നിയന്ത്രിക്കുന്ന, ആകാശത്തെ നിയന്ത്രിക്കുന്ന, പാഴ്ഭൂമിയെ നിയന്ത്രിക്കുന്ന, മരുഭൂമിയെ നിയന്ത്രിക്കുന്ന, വനാന്തരത്തിനെ നിയന്ത്രിക്കുന്ന, ഈ പ്രപഞ്ചത്തിലുള്ള സർവ ക്ഷുദ്ര ജീവജാലങ്ങളെയും തെമ്മാടിപ്പരിശകളെയും സൽക്കർമ്മികാരികളെയും നിയന്ത്രിക്കുന്ന നേതാക്കന്മാരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ. 1000-10,000 വർഷം കഴിഞ്ഞിട്ടും അവരുടെ പേരിനോ യശസ്സിനോ പ്രവർത്തനത്തിനോ യാതൊരു തകരാറും ഇല്ലാതെ അത് പടർന്ന് പന്തലിച്ച് പൂത്ത് കായ്ച്ച് പാകമായി കിടക്കുന്ന രുചികരമായ പഴവർഗമുള്ള ഒരു മരം പോലെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ട് ജീവിക്കുന്ന മഹാന്മാർ. അവരെ എല്ലാവരും ആശ്രയിക്കുന്നു, അവരെ എല്ലാവരും ഓർക്കുന്നു. ഈ മാസം പരിശുദ്ധ റജബാണ്, മിഅ്റാജിന്റെ മാസമാണ്, സുന്നത്തായ നോമ്പിന്റെ മാസമാണ്, നോമ്പിന്റെ പ്രതിഫല വർധനവിന്റെ മാസമാണിത്. ഈ റജബ് മാസം 27-ന്റെ അന്ന് ഒരു നോമ്പ് പിടിച്ചാൽ അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു 60 മാസം നോമ്പ് പിടിച്ചതിന്റെ പ്രതിഫലം ഉള്ള റജബാകുന്നു. ആ റജബിനെയാണ് ബഹുമാനപ്പെട്ട ഖാജ തങ്ങൾക്ക് ജന്മം കൊടുക്കുവാൻ അല്ലാഹു തആല തീരുമാനിച്ചത്.
മൻ സാമ യൗമ السابع والعشرين من رجب كتب الله له ثواب 60 شهرا. നബി മുഹമ്മദുർ റസൂലുള്ളാഹി. റമദാൻ റജബ് 27 അന്നാണ് പടച്ചതമ്പുരാനിലേക്ക് അല്ലാഹു തആലയുടെ റസൂലുള്ളാനെ അല്ലാഹു തആല പരിപൂർണ വിശുദ്ധനായി അങ്ങോട്ട് ക്ഷണിക്കുകയാണ്. എന്തിനാണ്? നിസ്കാരം കൊടുക്കാൻ, സക്കാത്തിന്റെ നിയമങ്ങൾ പഠിപ്പിക്കുവാൻ, നോമ്പിന്റെ നിയമങ്ങൾ പഠിപ്പിക്കുവാൻ, ജീവിത വൃത്തികൾ പഠിപ്പിക്കുവാൻ, ആത്മീയ ശുദ്ധി പഠിപ്പിക്കുവാൻ, ഭൗതികമായ കാര്യങ്ങൾ പഠിപ്പിക്കുവാൻ, വൈവാഹിക ജീവിതം പഠിപ്പിക്കുവാൻ, വ്യാവസായിക രംഗം പഠിപ്പിക്കുവാൻ എന്ന് വേണ്ട പടച്ചതമ്പുരാൻ ഇസ്ലാമിക നിയമങ്ങൾ, ശരീഅത്തിന്റെ നിയമങ്ങൾ എന്നറിയപ്പെടുന്ന നിയമങ്ങളിൽ ബഹുഭൂരിപക്ഷവും പഠിപ്പിക്കുവാൻ വേണ്ടി അള്ളാഹു തെരഞ്ഞെടുത്ത് അങ്ങോട്ട് വിളിക്കുകയാണ്. ഈ റജബ് മാസം 27 അന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങനെ അവിടെ പോയി എല്ലാം കണ്ടു, എല്ലാം കേട്ടു, എല്ലാം അനുഭവിച്ചു, എല്ലാം ആസ്വദിച്ചു. ആശ്ചര്യത്തോടുകൂടി കാണുന്നത് ആശ്ചര്യത്തോടുകൂടി, ഭയവിഹ്വലതയോടുകൂടി കാണുന്നത് ആദരയിൽ കണ്ടു, സന്തോഷത്തോടുകൂടി ആനന്ദത്തോടുകൂടി കാണേണ്ടുന്നത് അങ്ങനെ കണ്ടു, എല്ലാം അറിഞ്ഞു കേട്ടു. ഖുർആൻ പറയുന്നു, അങ്ങനെ വഹീ കൊണ്ടങ്ങ് നിറയ്ക്കുകയാണ് സുവാർത്ത, ആത്മീയമായ സുവാർത്ത പ്രപഞ്ചത്തിനെ നിയന്ത്രിക്കുവാൻ. അത് ഈ റജബ് മാസത്തിലാണ്. ഇന്ന റജബ യുതഹിറുൽ ബദൻ, ശരീരത്തിനെ ശുദ്ധിയാക്കാനുള്ള മാസമാണ് റജബ്. വശഅബാന യുതഹിറുൽ ഖൽബ്, ഹൃദയത്തിനെ ശുദ്ധിയാക്കിക്കൊള്ളണം ശഅബാൻ. റമദാൻ മാസം ആത്മാവിനെ ശുദ്ധിയാക്കിക്കൊള്ളണം. അങ്ങനെ എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ പടച്ചതമ്പുരാൻ എടുത്ത തീരുമാനമാണിത്. ശരീരത്തിനെയും ഹൃദയത്തിനെയും ആത്മാവിനെയും ശുദ്ധിയാക്കിയ ആൾക്കല്ലാതെ സ്വർഗത്തിൽ കടക്കാൻ പറ്റുകയില്ല. അതിന് പര്യാപ്തമായ ഒരു മാസം കൂടെയാണ് പരിശുദ്ധമായ റജബ് മാസം. അതുകൊണ്ടാണ് പുന്നാരപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളോട് പഠിപ്പിക്കുകയും അവർ നമ്മെ പഠിപ്പിക്കുകയും ചെയ്തത്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. നിന്റെ ബറക്കത്ത് പടച്ചവനെ ഈ റജബ് മാസം ഞങ്ങൾക്ക് നൽകണം, ശഅബാൻ മാസത്തിലും നൽകണം, റമളാൻ മാസം വരേക്ക് ഞങ്ങളെ കൊണ്ടെത്തിക്കണം. എങ്കിലേ റജബിൽ കൊയ്യുവാൻ, വിതയ്ക്കുന്നത് റജബിലാണ്, ശഅബാനിൽ കൊയ്യുകയാണ്. 10 ആയത്തിനകത്തിട്ട് ആവശ്യമുള്ളതെല്ലാം എടുത്ത് ഭക്ഷിക്കലാണ് റമളാനിന്റെ ഗുണം. അഥവാ റജബ് വന്നാൽ റമളാൻ കഴിയാതെ ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ എന്ന് വ്യംഗ്യമായ രഹസ്യമായ ഒരർത്ഥം ഉൾക്കൊള്ളുന്നു. 5 നേര നിസ്കാരത്തിന്റെ ദുആഇന് ശേഷം അതിൽ പെടുത്തിയിരിക്കുന്നു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. ഇത് ആ സമയമല്ലാതെ സമയം കിട്ടുമ്പോഴൊക്കെ ഈ റജബ് മാസത്തിൽ നാം ഉപയോഗിക്കണം, ദുആയിരക്കണം. അങ്ങനെ ദുആയിരെന്ന് ചോദിക്കുവാൻ പര്യാപ്തമായ മാസമാണ് ഈ റജബ് മാസം. നാം ഈ പറഞ്ഞു വന്നത് ഈ റജബ് മാസത്തിലാണ്. സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീൻ ചിസ്തിയിൽ അജ്മീരി തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസമാണ് ഈ റജബ് മാസത്തിലാണ് ഹിജ്റ 530 ഖാജാ തങ്ങൾ ജനിക്കുന്നത്. ഈ റജബിൽ ഹിജ്റ 530 അഥവാ പുന്നാരപ്പെട്ട റസൂലുള്ള മക്കയിൽ നിന്നും മദീനയിലേക്ക് വന്ന അന്ന് മുതൽ ഹിജ്റ എണ്ണുകയാണ്. ആ കാലം മുതലാണ് ഹിജ്റയെ എണ്ണുക. അപ്പോ അന്ന് മുതൽ 530 വർഷം കഴിഞ്ഞപ്പോൾ ഈ പ്രപഞ്ചത്തിന് ഒരു ആത്മീയ ഉത്തോലകത്തിന് അല്ലാഹു തആല കൊടുത്തു. അതാണ് ഖാജാ തങ്ങൾ, ആത്മീയ ഉത്തോലകം. അങ്ങനെ ഹിജ്റ 530 ഖാജാ തങ്ങൾ ജനിക്കുന്നു. വഫാത്താണെങ്കിലോ 632 അപ്പോൾ വയസ്സ് 102 വയസ്സ് വരെ ആ മഹാൻ ജീവിക്കുകയാണ്.
അന്നത്തെ കോടീശ്വരനായ റിയാസുദ്ദീൻ എന്നാണ് പിതാവിന്റെ പേര്. ഇറാനിൽ ഇടറൂർന്ന് നിൽക്കുന്ന മുന്തിരിത്തോട്ടം, പടർന്ന് പന്തലിച്ച് നോട്ടമെത്താത്ത ദൂരത്തിൽ കിടക്കുന്ന വിവിധ ഇനം പഴവർഗ്ഗങ്ങളുടെ പച്ചപ്പടർപ്പുകൾ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇറാനിൽ എത്ര ആയിരക്കണക്കിന് തോട്ടങ്ങൾ ഉൾക്കൊള്ളുന്ന സ്ഥലം, വരിവരിയായി നിൽക്കുന്ന ഈന്തമരത്തോട്ടങ്ങൾ, ഓരോ ചുവട്ടിലും ഒരു തലമുതിർന്ന ഒട്ടകത്തിന് ചുമക്കാൻ വേണ്ടിയുള്ള ഭീമൻ മുന്തിരിക്കുലകൾ, അല്ലലില്ലാത്ത ജോലിക്കാർ, സുഭിക്ഷമായ ജീവിതം, അടുത്തും അകലെയുമുള്ള രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്ന ഫലവർഗ്ഗങ്ങൾക്ക് കണക്കുകളില്ല. അപ്പൊ ചെറിയ കോടീശ്വരനാണോ ഖാജാ മുഈനുദ്ദീൻ ചിസ്തി തങ്ങളുടെ പിതാവായ മഹാനായ റിയാസുദ്ദീൻ? ചെറിയ കോടീശ്വരനല്ല. അല്ലലില്ലാത്ത ആയിരക്കണക്കിന് ജോലിക്കാർ പണിയെടുക്കുന്ന തോട്ടം, സുഭിക്ഷ ജീവിതം, അടുത്തും അകലെയുമുള്ള ചെറുതും വലുതുമായ രാജ്യങ്ങളിലേക്ക് ഇതാ ടൺ കണക്കിന് 100, 200, 300 ഒട്ടകങ്ങൾ ചുമക്കുന്ന വലിയ തലമുതിർന്ന മല പോലുള്ള ഒട്ടകങ്ങൾ ചുമന്ന് ഇവിടുത്തെ പഴവർഗ്ഗങ്ങൾ എല്ലാ ഭാഗങ്ങളിലും എത്തിക്കുകയാണ്. അത്ര വലിയ കോടീശ്വരനാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ സുഭിക്ഷ ജീവിതത്തിനിടയിൽ അയൽ രാജ്യത്തുള്ള കൊള്ളക്കാരും തെമ്മാടികളും അന്നുള്ള ചെങ്കിസ് ഖാന്റെ ആൾക്കാരായ താർത്താരികളും ആ തോട്ടവും സമ്പാദ്യങ്ങളും കൊള്ളയടിക്കുകയാണ്. അപ്രതീക്ഷിതമായിട്ട് കൊള്ളയടിക്കുന്നു. കാലാന്തരത്തിൽ കുറെ നാൾ കഴിഞ്ഞപ്പോൾ റിയാസുദ്ദീൻ എന്ന ഖാജാ തങ്ങളുടെ പിതാവ് വഫാത്താവുകയാണ്. ശേഷിച്ച സ്വത്തിനെയും തോട്ടത്തിനെയും സംരക്ഷിച്ച് അങ്ങനെ ജീവിക്കുന്നതിനിടയിൽ 15 വയസ്സുള്ള ഹസൻ എന്ന ബാലൻ കൊച്ചു മുതലാളിയായി കഴിയുന്നതിനിടയിൽ ഇബ്രാഹിം ഖദ്ദൂസി എന്ന ഒരു വൃദ്ധനായ ഫക്കീർ വരികയാണ്. ഈ കൊച്ചു മുതലാളിയായ ഹസനോട് പറയുന്നു, മോനെ വിശക്കുന്നു. ഹസൻ സ്വീകരിക്കുന്നു, നല്ല പഴവർഗ്ഗങ്ങൾ കൊടുക്കുന്നു. വൃദ്ധന്റെ കയ്യിൽ ഒരു അപ്പക്കഷ്ണം അല്ലെങ്കിൽ ഒരു കാരക്ക അദ്ദേഹം തിന്നതിന്റെ ബാക്കി കുട്ടിയുടെ വായ് തുറക്കാൻ പറഞ്ഞു. വാക്കകത്തേക്ക് ഇട്ടുകൊടുക്കുന്നു. ഉണ്ടോ? കുട്ടിയുടെ മനസ്സ് മാറുകയാണ്, ആത്മീയ ഉന്മാദത്തിലാകുന്നു. ഖാജയ്ക്ക് ജന്മം കൊടുക്കാൻ പറഞ്ഞു വിട്ട ഒരു മഹാൻ, ഖാജയ്ക്ക് ആത്മീയ ജന്മം കൊടുക്കുവാൻ ഉപദേശ നിർദ്ദേശത്തിന്റെ പരിലാളനങ്ങൾ മറ്റുള്ളവർക്ക് നൽകുവാൻ, ലോകം മുഴുവനും നിയന്ത്രിക്കുവാൻ, ആത്മീയ കാര്യങ്ങൾ പഠിപ്പിക്കുവാൻ ഒരു ഗുരുനാഥനെ ആദ്യമായിട്ട് പറഞ്ഞു വിടുകയാണ് ഇബ്രാഹിം ഖദ്ദൂസി എന്ന ഒരു വൃദ്ധനായ ഫക്കീർ. അങ്ങനെ കുട്ടി ആത്മീയ ഉന്മാദത്തിൽ ആയുകയാണ്. കുട്ടി തോട്ടം വിൽക്കുവാൻ വിശ്വസ്തരായ തൊഴിലാളികളോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ അവർ വിൽക്കുന്നു. കുട്ടിയുടെ മുമ്പിൽ ആ പണം കൊണ്ടുവരുന്നു, അത് സദഖ ചെയ്യുന്നു. എന്നിട്ട് നാട് വിടുകയാണ്. സിജിസ്ഥാനിൽ നിന്നും ഖുറാസാനിലേക്ക് പോവുകയാണ്. 15 വയസ്സായ കുട്ടിയുടെ ആത്മീയ പരിവർത്തനം. സിജിസ്ഥാനിൽ ആദ്യം പോകുന്നു. അവിടെ ചില ഫുഖറാക്കന്മാരായ അതേ മസ്താന്മാരെ അല്ലെങ്കിൽ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ മുദരിസീങ്ങളെ കുട്ടി കാണുകയാണ്. ആ പാറമടയ്ക്കുള്ളിൽ ഗാൻഗാഹുകൾക്കുള്ളിൽ ആ കുട്ടി താമസിക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് കുറെ നാൾ കഴിഞ്ഞ് ആത്മീയ മൂല്യങ്ങൾ പഠിച്ച കുട്ടി ഖുറാസാനിലേക്ക് പോകുന്നു. പിന്നെ സമർക്കന്ദിലേക്ക് പോകുന്നു. അതും കഴിഞ്ഞ് മക്കയിലേക്ക് പോകുന്നു. അതും കഴിഞ്ഞ് മദീനയിലെത്തുന്നു. വർഷങ്ങൾ എത്രയായി? 40 വർഷം കഴിഞ്ഞു. 15 വയസ്സായ കുട്ടി 25 വർഷത്തെ ആത്മീയ പലായനത്തിൽ മേടുകളും കാടുകളും ഇടവഴികളും പാറക്കെട്ടുകളും എന്ന് വേണ്ട മരുഭൂമികളും വൻനിര മരങ്ങൾ നിൽക്കുന്ന ക്ഷുദ്ര ജീവജാലങ്ങൾ ഉള്ള ജന്തുക്കൾ ഉള്ളതായ വലിയ കാടുകളിൽ ആ കുട്ടി താമസിക്കുകയാണ്. എന്തിനാ താമസിക്കുന്നത്? ആ കാടുകൾക്കുള്ളിലെല്ലാം ദീൻ നടക്കുകയാണ്. ഫക്കീറന്മാർ അവിടെ തങ്ങുന്നു. അവരെ അനുധാവനം ചെയ്ത് ജീവിക്കുന്ന മുരീദന്മാർ താമസിക്കുന്നു. അവർക്ക് ആത്മീയമായ കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ്. അങ്ങനെ അവർക്ക് പടച്ചവനെ പറ്റി പഠിപ്പിക്കുകയാണ്.
അവർക്ക് വീടില്ല, കൂടില്ല, ഭാര്യയില്ല, മക്കളില്ല, നാടില്ല, മറ്റാരുടെയും സഹായമില്ല. മാനത്ത് നിന്നും മഴ പെയ്യുന്നു, ഭൂമി തളിർക്കുന്നു, പച്ചപ്പ് വരുന്നു, അതിൽ ഉള്ള പഴങ്ങൾ പറിച്ചു തിന്നുന്നു, നീർച്ചാലിലുള്ള വെള്ളം കുടിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവര്, എന്തൊരു ജീവിതം! അല്ലാ 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 എന്നുള്ള ജീവിതം. അങ്ങനെ ഈ കുട്ടി ഖുറാസാനിലേക്ക് പോവുകയാണ്, പിന്നെ സമർക്കന്ദിലേക്കും, പിന്നെ മക്കത്തുൽ മുകറമയിൽ ചെന്ന് പരിശുദ്ധമായ ഹജ്ജ് നിർവഹിച്ച് തവാഫ് ധാരാളം ചെയ്തുകൊണ്ട് മഖാമു ഇബ്രാഹിമിൽ ചെന്ന് കരഞ്ഞുകൊണ്ട് ദ്വായിരന്നുകൊണ്ട് അങ്ങനെ ആ മഹാൻ അവിടെയും കുറെ പണ്ഡിതന്മാരുടെ പിന്നിൽ ആത്മീയ നിയമങ്ങളും ദിനചര്യകളും പഠിക്കുകയാണ്. അങ്ങനെ പഠിച്ചു മദീനയിലേക്ക് പോകുകയാണ്. അവിടെ ചെന്ന് ആ ഖബറിനെ തഴുകിയിട്ട്, ഉപ്പാപ്പ, ഞാൻ അങ്ങയുടെ പേരക്കുട്ടിയായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബത്തിൽപ്പെട്ടവനാണ്, ഞാനും അങ്ങയുടെ പേരക്കുട്ടിയാണ്. ഞാനും എന്റെ പിതാവും വിശ്വസ്തരായ നൂற்றுകണക്കിന് തൊഴിലാളികളും ആരെയും ആക്രമിക്കാതെ മറ്റുള്ളവർക്ക് ദാനധർമ്മങ്ങളും ഉപകാരങ്ങളും ഗുണങ്ങളും ചെയ്ത് ഇറാനിൽ താമസിച്ചപ്പോൾ ഞങ്ങളെ ഒരു വിഭാഗം തെമ്മാടികൾ നാട് കടത്തി, ഞങ്ങളെ വേദനിപ്പിച്ചു, ഞങ്ങളെ കൊള്ളയടിച്ചു. ഇനി എവിടെ നിൽക്കൽ ഭൂഷണമല്ലല്ലോ എന്ന് കരുതി ആ വസ്തുവകകളെല്ലാം, നോട്ടമെത്താത്ത തോട്ടങ്ങളെല്ലാം ഇതാ വിറ്റു, പാവപ്പെട്ടവർക്ക് ദാനം ചെയ്തു, സദഖ ചെയ്തു, പല സ്ഥലങ്ങളിലും പോയി അല്ലാഹുവിലേക്കുള്ളതായ ദിക്റുകളെല്ലാം നിർവഹിച്ചു. ഞാൻ മക്കയിൽ പോയി ഹജ്ജ് എന്ന പുണ്യകർമ്മം ചെയ്തു, ധാരാളം ഉംറകൾ നിർവഹിച്ചു, മഖാമു ഇബ്രാഹിമിൽ നിസ്കരിച്ചു, സഫാ മർവയുടെ ഇടയിൽ ഉപ്പാപ്പ ഓടിയതുപോലെ ഞാനും ഓടി, അറഫാ മലയിൽ നിന്നു കരങ്ങൾ ഉയർത്തി ദുആയിരുന്നു, മിനായിൽ പോയി. അങ്ങനെ ഞാൻ അങ്ങയുടെ മുമ്പിൽ വന്നിരിക്കുന്നു, പാപ്പ എന്നെ കൈവിടല്ലേ എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹിന്റെ ഖബറൊന്നു കുടുങ്ങി. നാദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കുന്നു, യാ ഹസൻ, നിന്റെ പേര് ഹസൻ എന്നല്ല, നിന്റെ പേര് ഖാജ മുഈനുദ്ദീൻ, ദീനിനെ സഹായിക്കുന്ന ഖാജയാണ്, നേതാവാണ്. അങ്ങനെ ഞാനിതാ പേര് നൽകിയിരിക്കുന്നു. ഇത്രയും പറഞ്ഞിട്ട് ആശ്വസിപ്പിച്ചിട്ട് നീ വിഷമിക്കണ്ട. നാല് ഭാഗത്ത് നിന്നും ഉറഞ്ഞു തുള്ളുന്ന മലകൾ ഇറങ്ങി വന്നാലും നീ ഭയപ്പെടണ്ട. നിന്റെ ഹൃദയം കാലിലും ബാണി അടിച്ചു കയറ്റിയാൽ പോലും വേദനിക്കരുത്. ഒരുപാട് ദുരിതങ്ങൾ സഹിച്ചവനാണ് ഞാൻ. അതുകൊണ്ട് നീ പോകൂ, സിർ ഇലൽ ഹിന്ദുസ്ഥാൻ, നീ ഇന്ത്യയിലേക്ക് പോകുക, ഹിന്ദുസ്ഥാനിലേക്ക് പോകുക. അവിടെ നീ പോയാൽ നിന്നെ സംരക്ഷണം നൽകുവാൻ നല്ല നല്ല ആൾക്കാരുണ്ട് മകനെ. നീ പോകുക. ഖബറിനെ ഒന്നിങ്ങനെ തൊട്ട് തഴുകി സലാം പറഞ്ഞ് നിറകണ്ണുകളോടുകൂടി ബഹുമാനപ്പെട്ട ഖാജ മുഈനുദ്ദീനിൽ ചിസ്തിയിൽ അജ്മീരി ഇതാ അവിടെ നിന്നും യാത്ര തിരിക്കുകയാണ്. അങ്ങനെ യാത്ര തിരിച്ച് മഹാൻ മദീനയിൽ റൗളയിൽ നിന്നും ബഗ്ദാദിലേക്ക് പോവുകയാണ്. ആ ബഗ്ദാദിൽ വെച്ച് തന്നെ ഉസ്മാൻ ഹാറൂനി എന്ന ഒരു മഹാനെ കാണുന്നു. 23 വർഷക്കാലം അവിടെ താമസിക്കുകയാണ്. ഒരാണ്ടുള്ള അറിവുകൾ ആ 23 ഒരു മണിക്കൂർ കൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഔലിയാക്കന്മാരാണവർ. അങ്ങനെ ഹാറൂൻ ഉസ്മാൻ തങ്ങളുടെ ഹദറത്തിൽ അതാ താമസിക്കുന്നു. 23 വർഷക്കാലം പരിശുദ്ധമായ ഇസ്ലാമിക സന്ദേശം ഇതാ പഠിപ്പിക്കുകയാണ്. അതിനുശേഷം ബഗ്ദാദിൽ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ ഹദറത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ അവിടെ ചെന്ന് 8 മാസം അവിടെ താമസിക്കുകയാണ്. പല സ്ഥലങ്ങളിൽ നിന്നും കിട്ടാത്ത ആത്മീയ ബോധനം, അസ്റാറുല്ലാഹി വഅസ്റാറുദ്ദുനിയാ, അസ്റാറുൽ ആഖിറ, അസ്റാറുൽ ഖബർ, ഖബറിന്റെ രഹസ്യങ്ങൾ, ആഖിറത്തിന്റെ രഹസ്യങ്ങൾ, ദുനിയാവിന്റെ രഹസ്യങ്ങൾ, സ്വർഗത്തിന്റെ രഹസ്യങ്ങൾ,
എല്ലാം അവിടെ നിന്നും പഠിക്കുകയാണ്. അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ ധാരാളം ഉപദേശ നിർദ്ദേശങ്ങൾ നൽകി, തർബീയത്ത് നൽകി, സംരക്ഷണ കവചങ്ങൾ ഒരുക്കി. എന്തു തന്നെ വന്നാലും നീ ദീനിൽ നിന്നും അകന്നു പോകരുത്. അതുകൊണ്ട് ഖാജാ നീ പൊയ്ക്കോ. ആത്മീയ രംഗങ്ങളിലേക്ക് എത്തുകയാണ്. അനന്തരം 40 ആത്മീയ പണ്ഡിതരായ ഔലിയാക്കന്മാരായ ശിഷ്യന്മാരുമായി ഹിന്ദുസ്ഥാനിലേക്ക് വരുന്ന ഖാജയാണ് പിന്നെ നാം കാണുന്നത്. അങ്ങനെ ഹിന്ദുസ്ഥാനിലെത്തുകയാണ് ഇറാനിൽ നിന്ന്. അബൂ സഈദ് തങ്ങളുടെ ഹദ്റത്തിൽ ഇൽമു പഠിക്കാൻ, ദിക്റുകൾ പഠിക്കാൻ, ആത്മീയ വേല പഠിക്കാൻ വരുമ്പോൾ, യൂസുഫ് നബഹാനി തങ്ങളുടെ ഹദ്റത്തിലും വരുമ്പോൾ ഖാജയുടെ കൂടെ എത്രയുണ്ട്? 4000 ഔലിയാക്കന്മാർ ശിഷ്യന്മാരായിട്ടുണ്ടായിരുന്നു. ശേഷം ഡൽഹിയിൽ വരികയാണ് കുത്തുബുദ്ദീൻ ഐബക്ക്, ചാർമിനാറിന്റെ നിർമ്മാതാവ്. കുത്തുബുദ്ദീൻ ഐബക്കിന്റെ അതിഥികളായിട്ട് അവിടെ താമസിക്കുകയാണ്. 4000 പേർക്ക് ഭക്ഷണം, അവർക്ക് കൊടുക്കുവാനുള്ള വെള്ളം, തിന്നാനും കുടിക്കാനുമുള്ള ഫ്രൂട്ട്സ് വർഗങ്ങൾ, കിടന്നുറങ്ങുവാനുള്ള സൗകര്യം, പുതയ്ക്കാനുള്ള വസ്ത്രങ്ങൾ. രാജാവും ചക്രവർത്തിയെയും പോലുള്ള ഒരാളാണല്ലോ കുത്തുബുദ്ദീൻ ഐബക്ക്. അദ്ദേഹത്തിന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കിയായി ഈ വരുന്ന മഹാനും അനുയായികളും നമ്മുടെ കസ്റ്റഡിയിലുണ്ടെങ്കിൽ ഈ ഡൽഹി പട്ടണവും പ്രാന്തപ്രദേശങ്ങളും ചെറുതും വലുതുമായ രാജ്യങ്ങളെ നമുക്ക് കീഴടക്കാം. ഖാജയെ വിടാൻ കൂട്ടാക്കാത്ത ഐബക്ക് അറിയാതെ മഹാന് ശിഷ്യഗണങ്ങളും അജ്മീറിലെത്തുകയാണ്. കാര്യം ഇയാൾ മനസ്സിനകത്ത് കണ്ടപ്പോൾ ഇതിനു മുമ്പേ ഇത് കണ്ടുകൊണ്ട് വരികയാണ് ബഹുമാനപ്പെട്ട ഖാജ. ഇവിടെ വേണ്ട, ദുന്യാവിന്റെ ആളാണ്, ദുന്യാവിന്റെ അടിമയാണ് കുത്തുബുദ്ദീൻ ഐബക്ക്, നമുക്ക് പറ്റുകയില്ല. വരിക. ഒരു പ്രഭാതം പൊട്ടിവിടരുന്നതിന് മുമ്പ് ഖാജയും അനുയായികളും അവിടെ നിന്ന് സ്ഥലം വിടുകയാണ്. പിന്നെ മഹാൻ വന്നത് അജ്മീറിലേക്കാണ്. അജ്മീറിലേക്ക് ഒട്ടകാലയത്തിന്റെ അരികിൽ നിന്നും അന്നത്തെ രാജകൽപ്പന, പോകൂ മ്ലേച്ഛന്മാരെ എന്നൊരു ശബ്ദം. ആരാണ്? അന്നത്തെ രാജാവിന്റെ മന്ത്രിമാർ വന്ന് പറയുകയാണ്. പട്ടാളക്കാർ ഭീഷണിപ്പെടുത്തുകയാണ്, നിങ്ങൾ മ്ലേച്ഛന്മാരാണ്, തലയിൽ കെട്ടിയവരാണ് നിങ്ങൾ, താടി വളർത്തിയവരാണ് നിങ്ങൾ, നിസ്കാര തഴമ്പുള്ളവരാണ് നിങ്ങൾ, എപ്പോഴും മധുര മന്ത്രോച്ചാരണം പോതിരി നിങ്ങളുടെ ചുണ്ടിണകൾ ചലിച്ചുകൊണ്ടേയിരിക്കുന്നു, ദൈവിക സ്മരണയാൽ നിങ്ങൾ മ്ലേച്ഛന്മാരാണ്, ഇവിടെ താമസിക്കാൻ പാടില്ല, ഞങ്ങളുടെ ഒട്ടകത്തിന് ശല്യമാണ്. 100 കണക്കിന് വരുന്ന ഒട്ടകങ്ങൾ കിടക്കുന്ന വിശ്രമിക്കുന്ന സ്ഥലത്തിന്റെ തൊട്ടടുത്ത് നിങ്ങൾ വന്ന് താമസിച്ചാൽ നിങ്ങളുടെ ബാങ്കൊലികൾ കേട്ടാൽ ഒട്ടകം ചാടിയണീക്കും, പാലൊട്ടകങ്ങൾക്ക് പാല് കിട്ടാതെയാകും, ചിലത് ഓടിപ്പോകും, നിങ്ങളുടെ എണ്ണം കൂടുതലാണ്, 10,000-4000 ആൾക്കാരാണ് നിങ്ങൾ വരുന്നത്, ഇത്രയും വലിയ ജനസഞ്ചയത്തിന് ഞങ്ങളുടെ ഒട്ടകം കണ്ട് ശീലമില്ല, പോകുക എന്ന്. അപ്പോഴാണ് സുസ്മേരവദനായി ഖാജാ മുഈനുദ്ദീനിൽ ചിസ്തിയിൽ അജ്മീരി പറയുന്നു, എന്നാൽ ഞങ്ങൾ പോകാം, ഒട്ടകത്തിന് ഞങ്ങൾ ഭീഷണിയല്ല, ഒട്ടകം നിങ്ങൾ പറഞ്ഞത് മാതിരി അവിടെ കിടന്നുകൊള്ളട്ടെ എന്ന് മാത്രം പറഞ്ഞവർ പോവുകയാണ്. ഒട്ടകത്തിനെ പാല് കറക്കാൻ അവർ പോയതിനു ശേഷം പ്രഭാതത്തിൽ 100 കണക്കിന് കറവക്കാർ വരുന്നു, ഹലീബീങ്ങൾ വരുന്നു. ഒട്ടകം എണീക്കുന്നില്ല, ഒട്ടകത്തിന് ശബ്ദം ഉണ്ടാക്കുന്നു, ഒട്ടകം എണീക്കുന്നില്ല, ഒട്ടകത്തിനെ അടിക്കുന്നു, ഒട്ടകം എണീക്കുന്നില്ല. അപ്പോൾ ഒരാൾ പറഞ്ഞു, എന്നാൽ ഒട്ടകം അവിടെ തന്നെ കിടന്നുകൊള്ളട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ആ ഫക്കീർ ഇവിടെ നിന്നും പോയത്. ഓഹോ, സുബ്ഹാനല്ലാഹ്. വലിയിന്റെ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം അവിടെ സുജൂദ് ചെയ്യലല്ലേ? ആ ഭൂമിയെ സൃഷ്ടിച്ച സൃഷ്ടാവായ അള്ളാഹുവിന് ഇഷ്ടം. അവിടെ ഇരുന്ന് ദിക്ർ ചെയ്യലല്ലേ ആ ഭൂമിക്ക് ഇഷ്ടം അല്ലേ? ഔലിയാക്കന്മാർ കുടിക്കുന്ന വെള്ളത്തിന്റെ അവസാന ഭാഗം ഗ്ലാസിൽ ആ പാത്രത്തിൽ മട്ടിയായി കട്ടിയായി വേസ്റ്റായി കിടക്കുന്നതിന് നിലത്തൊഴിക്കുന്നതിന് മുമ്പായിട്ട്
ഭൂമിയുടെ ഓരോ ഭാഗവും പറയുന്നു, റബ്ബേ, ഈ സ്വാലിഹായ മനുഷ്യൻ കുടിച്ചതിന്റെ മിച്ചം വെള്ളം എന്റെ മാറിലേക്ക് ഒഴിച്ചിരുന്നുവെങ്കിൽ എനിക്കത് ആസ്വദിക്കാമായിരുന്നു. അങ്ങനെ ഔലിയാക്കന്മാർ കുടിക്കുന്ന വെള്ളത്തിന്റെ മിച്ചം പോലും ഭൂമി പോലും ആഗ്രഹിക്കുകയാണ്. അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക, ബിസ്മി പറയുക, അള്ളാഹുവിന്റെ ശുക്ർ രേഖപ്പെടുത്തുക, 5 വഖ്ത് നിസ്കാരത്തിന് ബാങ്ക് കൊടുക്കുക, ഇഖാമത്ത് കൊടുക്കുക, സുന്നത്ത് നിസ്കരിക്കുക, ഫർള് നിസ്കരിക്കുക, റമദാനും പെരുന്നാളും അയ്യാമുത്ത് തശ്രീഖുകൾ അല്ലാത്തതായ ദിവസങ്ങൾ മുഴുവനും നോമ്പുകാരാണ്. നോമ്പുകാരെ ചുമക്കുക. ഇത് ഭൂമിക്ക് എന്തൊരിഷ്ടമാണ്, പക്ഷേ ഇവർക്ക് ഇഷ്ടമല്ല. ഖുർആനിൽ കാണുന്നില്ലേ, ഇദാ അറാദ ശൈഅൻ അയ്യഖൂല ലഹു കുൻ ഫയകൂൻ. അല്ലാഹു ഒരു കാര്യത്തിനെ ഉദ്ദേശിച്ചാൽ ആ കാര്യത്തിനോട് പറയലാണ്, കരുതലാണ്. കുൻ ഫയകൂൻ എന്ന് മനസ്സിൽ കരുതിയാൽ, അല്ലാഹുവിന്റെ കരുതലുണ്ടായാൽ, ഇറാദത്തുണ്ടായാൽ അപ്പോൾ തന്നെ ഉണ്ടായി. അതേ സ്പീഡിൽ തന്നെ കിടന്നുകൊള്ളട്ടെ ഒട്ടകം. അങ്ങനെ കിടക്കുകയാണ്. തബാറകല്ലദീ നസ്സലൽ ഫുർഖാന അലാ അബ്ദിഹി ലിയകൂന ലിൽ ആലമീന നദീറാ ഉകുലുഹാ കുല്ല ഹീൻ. ഖുർആനിൽ പറഞ്ഞില്ലേ, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരാകുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ട് ജീവിച്ച വൻമരങ്ങൾ, ആകാശത്തിനെ മുഴുവനും ആവാഹിച്ച് നിൽക്കുന്ന, ഭൂമിയെ മുഴുവനും സ്വാധീനിച്ച് നിൽക്കുന്ന, കോടിക്കണക്കിന് വരുന്ന ജനങ്ങൾ വന്ന് ആവശ്യപ്പെട്ടാലും കൊടുക്കാൻ പര്യാപ്തമായ ഫലവർഗങ്ങളുള്ള, പിടിച്ചണയ്ക്കുവാൻ വിശാലമായ തണലുള്ള മരങ്ങളാണ് ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊള്ളുന്ന മഹാന്മാർ. എത്ര വൈശ്യസുന്ദരമായി, ആലങ്കാരിക സ്വഭാവത്തോടുകൂടി, സൗകുമാര്യത സ്വഭാവത്തോടുകൂടി അള്ളാഹു അവതരിപ്പിച്ചു അല്ലേ. പെരുത്തു നൂറ്റാണ്ടിനിടയ്ക്കൊരിക്കലി മരുപ്പറമ്പാമൂലകത്തിരീശ്വരൻ നടന്നു പാന്തരായി വരുന്നവർക്കുത്തമ വിശ്രമത്തിനായി വൻമരത്തെ നടന്നു. എല്ലാവർക്കും വിശ്രമം. മുകുലുഹാ കുല്ല ഹീൻ. മൃഗങ്ങൾക്കും, പോത്തുകൾക്കും, കരടികൾക്കും, ചെന്നായികൾക്കും, കൊള്ളക്കാർക്കും, അതെ ഉറുമ്പുകൾക്കും, മാൻപേടകൾക്കും, സിംഹങ്ങൾക്കും, പുലികൾക്കും, കടുവകൾക്കും, കട്ടുറുമ്പിനും എല്ലാത്തിനും വിശ്രമിക്കാൻ പര്യാപ്തമായ തണലേകുന്ന മരം. ഇല്ലേടോ? ഒന്ന് ആലോചിച്ചു നോക്ക്. അല്ലാഹുവിന്റെ റസൂലുള്ളാഹിന്റെ അനുയായികൾ, അല്ലാഹു ഇഷ്ടപ്പെട്ടവർ, തബാറകല്ലദീ നസ്സലൽ ഫുർഖാൻ, സത്യത്തിനെയും അസത്യത്തിനെയും വേർതിരിക്കുന്ന പരിശുദ്ധ ഖുർആനെ ഇറക്കിയവനായ അല്ലാഹു ഖൈറും ബറക്കത്തും അനുഗ്രഹവും ഒരുപാട് നന്മയും നിറഞ്ഞവനാണ്. ആരുടെ മേൽ ഇറക്കി? അലാ അബ്ദിഹി, അല്ലാഹുവിന്റെ ഉത്തരവാദിത്വ ബോധമുള്ള തെരഞ്ഞെടുക്കപ്പെട്ട അബ്ദാകുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി ഖുർആനെ ഇറക്കി. ആ ഖുർആന്റെ ഉമ്മയുടെ ഭാഗത്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിനെ ഉറപ്പിക്കുന്നതിനാണ് ഖുർആനും തൗറാത്തും സബൂറും ഇൻജീലും മുഴുവനും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറപ്പിക്കുക. അതുകൊണ്ടാണ് ഫഅലം, നീ ജാഗ്രതരായി മനസ്സിലാക്കിക്കൊള്ളുക, നീ ഉൾക്കൊണ്ടുകൊള്ളുക, നീ അറിഞ്ഞുകൊള്ളുക, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തഹ്ലീലിനെ ഉറപ്പിക്കാനാണ് 1,00,000 അല്ലെങ്കിൽ 2,24,000 അംബിയാ മുർസലീങ്ങളും ഇതിനിടയിലുള്ള നൂറ്റിക്കണക്കിന് ഏടുകളും 1,24,000 2,24,000 പ്രബോധക വിഭാഗത്തിന്റെ പ്രബോധനങ്ങൾ മുഴുവനും ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്തുൻ മസലു കലിമത്തുൻ ത്വയ്യിബ, പരിശുദ്ധമായ കലിമത്തിനെ ഒന്ന് ഉറപ്പിക്കാനാണ്. അപ്പോൾ ലിയകൂന ലിൽ ആലമീന, ആ കലിമത്തായിത്തീരുവാൻ, ആ ഖുർആനായിത്തീരുവാൻ, നദീറായി പ്രാപഞ്ചിക ശക്തികൾക്ക് താക്കീത് നൽകുന്നതായിത്തീരും. കിടന്നോ അവിടെ? താക്കീത് നൽകിയത് കണ്ടോ? കിടന്നു അവിടെ. മുടി ചടകെട്ടപ്പെട്ടവർ, കോതി മിനുക്കുവാൻ എണ്ണയില്ല, ചീർപ്പില്ല,
കുളിക്കാൻ വെള്ളമില്ല, ഉണ്ടെങ്കിലും ആ ധാരണ മനസ്സിലില്ല. ധാരണ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മദ്ഫൂഅൻ ബിൽ അബ്വാബി. ഒരൽപാഹാരത്തിനോ മറ്റു കാര്യത്തിനോ ഒരു വീടിന്റെ വാതിൽ തട്ടി വിളിച്ചാൽ അത് തുറന്നു കിടക്കുന്ന വാതിലാണെങ്കിൽ അടച്ചു കളഞ്ഞ് ഇവരെ വെറുക്കുന്ന ഔലിയാക്കന്മാരെ വെറുക്കുന്ന, അതേ നല്ല വെള്ളയും ഇല്ലാത്തത് കൊണ്ടും കോട്ടും സൂട്ടും ഇല്ലാത്തത് കൊണ്ടും കാണാൻ ചന്തമില്ലാത്തത് കൊണ്ടും പനങ്കുല പോലെ അലസമായി കിടക്കുന്ന വൈകൃതമായ മുടിക്കെട്ടുകൾ ഉള്ളത് കൊണ്ടും അവർക്ക് പ്രവേശനമില്ല വീട്ടിൽ. ലൗ അഖ്സമ അലല്ലാഹ്, പടച്ചതമ്പുരാന്റെ പേരിൽ അവരൊരു സത്യം ചെയ്താൽ, അവരൊരു തീരുമാനമെടുത്താൽ, അവരെന്ന് കൽപ്പിച്ചാൽ അബറഹു, അതിനെ അല്ലാഹു നടപ്പിലാക്കുക തന്നെ ചെയ്യും. അതാണ് ഔലിയാക്കന്മാരെ നാക്ക്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ടവരാണവർ. കണ്ടോ, ഉകുലുഹാ കുല്ല ഹീൻ, എല്ലാ സമയങ്ങളിലും അങ്ങനെ അതിൽ നിന്നും ഫലവർഗങ്ങൾ കിട്ടും. എന്ത് ചോദിച്ചാലും മറുപടി പറയും. അല്ലേ, ഒരു മഹാൻ ഒരു സ്ഥലത്ത് പോകണം, ചെന്ന് മൂപ്പരെടുത്ത് പരാതി പറഞ്ഞു, അത്യാവശ്യമാണ് പോണം. അപ്പൊ 2 റക്അത്ത് നിസ്കരിക്കാൻ പറഞ്ഞു. നിസ്കാരത്തിൽ സലാം വീട്ടുന്നതിന് മുമ്പായിട്ട് കൈ കൊണ്ടൊന്ന് തള്ളി. ഉണ്ടോ, വർഷങ്ങളോളം നടന്നാലും എത്താത്തതായ വിദൂര സ്ഥലത്തിലേക്ക് ചെന്ന് വീഴുന്നു. അവിടെ നിന്ന് നാട്ടിലേക്ക് വരണമെന്ന് താല്പര്യം, ആർക്കും അറിയില്ല ഈ നാട് ഇദ്ദേഹത്തിന്റെ നാട്. അങ്ങനെ ഇരുന്നപ്പോൾ ഒരാൾ പറഞ്ഞു, സുബഹി നിസ്കാരത്തിനൊരു ഇമാമ് വരുന്നു, അയാളോട് ചെന്ന് പറഞ്ഞാൽ നിന്നെ നാട്ടിലാക്കും. അങ്ങനെ സുബഹി നിസ്കാരത്തിന് നിസ്കരിക്കുന്നതിന് വേണ്ടി അകലത്തുള്ളതായ കാട്ടുപാതയിൽ കൂടി നടന്ന് ഒരു ചെറിയ സൗകുമത്ത് തയ്ക്കാവിൽ ചെന്നപ്പോൾ അവിടെ നിൽക്കുന്ന ഇമാമ് ഇദ്ദേഹത്തിനെ പിടിച്ചു തള്ളിയ ആളായിരുന്നു. അദ്ദേഹത്തിനൊടുക്കൽ പറഞ്ഞു, നിങ്ങളാണ് എന്നെ പിടിച്ചു തള്ളി ഇവിടം വരെ ആക്കിയത്, എനിക്ക് അത്യാവശ്യം അങ്ങോട്ടൊന്ന് പോകണം. അപ്പൊ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യാൻ റക്അത്ത് നിസ്കരിക്കുക. കൈകൊണ്ടൊന്ന് തള്ളിയപ്പോൾ മാസങ്ങൾ നടന്നാലും എത്താത്ത വഴി ദൂരമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ രാജ്യത്ത് തന്നെ അദ്ദേഹം വന്ന് വീഴുകയാണ്. ഇങ്ങനെ ഈ ലോകത്തിന്റെ അത്ഭുതങ്ങളാണ്, ലോകത്തിനെ നിയന്ത്രിക്കുന്ന നാരായങ്ങളാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നാം ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെ മഹാൻ എന്നാ കിടന്നുകൊള്ളട്ടെ ഒട്ടകത്തിന് വിശ്രമിക്കാനുള്ള സ്ഥലമല്ലേ. അവർ അറിഞ്ഞു. രാജാവിന്റെ ഹദറത്തിൽ പോയി. രാജാവ് സൈന്യ മേധാവികളെ വിട്ടു, മന്ത്രിയെ വിട്ടു. വളരെ വേഗതയിൽ നടന്നു പോകുന്ന ഖാജയെയും 4000-ൽ ചില്ലുവാനം വരുന്ന ഔലിയാക്കന്മാരായ ശിഷ്യഗണങ്ങളെയും വഴിയിൽ തടഞ്ഞു നിർത്തിയിട്ട് അബദ്ധ പറയുന്നു, പശ്ചാത്തപിക്കുന്നു, വിഷമിക്കുന്നു. അവരിൽ ചിലർ പൊട്ടിക്കരയുന്നു. നിങ്ങൾ പോകൂ, വിഷമിക്കേണ്ട, ഒട്ടകം എണീക്കട്ടെ എന്നൊരു വാക്ക് പറഞ്ഞിട്ട് മൂപ്പർ നടക്കുകയാണ്. ആ സൈന്യ മേധാവികളെയും ആ സൈന്യ തലവന്മാരെയും പോലീസുകാരെയും നാട്ടുകാരെയും മുഴുവനും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഖാജ അവിടെ നിന്ന് യാത്ര പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ എത്ര സംഭവങ്ങളാണ്. രാജകൽപ്പന, അടുത്ത രാജകൽപ്പന, ഉഗ്രമന്ത്രവാദിയും പരിവാരവും ചേർന്ന് ഇദ്ദേഹത്തിനെ ഉപദ്രവിക്കുന്ന രംഗത്തിലേക്ക് വരികയാണ്. അവര് വന്നപ്പോ ഖാജ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളാരെ ഉപദ്രവിക്കാൻ വന്നവരല്ല, ഒരു യാത്ര ഇങ്ങനെ നടത്തുകയാണ്. ഇന്ത്യയിലേക്ക് പോകണമെന്ന് ഞങ്ങളുടെ പ്രവാചകൻ പറഞ്ഞു. അതുകൊണ്ട് ഇന്ത്യയിലേക്ക് പോകാനാണ് വന്നത്. ഇതിനിടയിൽ നിങ്ങൾ ഞങ്ങളെ വിഷമിപ്പിച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഭൂമി നിങ്ങൾക്ക് മാത്രമുള്ളതല്ലോ, ഞങ്ങൾക്കും ഉള്ളതാണല്ലോ. അങ്ങനെ ആ രാജാവ്, ധിക്കാരിയായ ആ രാജാവ്, ഇദാ നദറു വജ്ഹ ഖാജ വഅത്ബാഇഹി ഫഖാലു അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു വഅസ്ലമൂ. അവർ ഇസ്ലാം മതം സ്വീകരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അവരങ്ങനെ ഇസ്ലാം മതം സ്വീകരിക്കുകയാണ്.
ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ 102 വയസ്സായപ്പോൾ 97 ലക്ഷം ജനങ്ങളാണ് പടവാളിന്റെ ഉപയോഗം കൂടാതെ, ചാട്ടുളിയുടെ ഉപയോഗം കൂടാതെ, അക്രമത്തിന്റെ ഉപയോഗം കൂടാതെ പരിശുദ്ധമായ ഇസ്ലാമാകുന്ന പൂമരത്തണലിൽ വിശ്രമിക്കുവാൻ റസൂലുള്ളാഹിന്റെ ഉത്തമ സമുദായമായ ഉമ്മത്തിമാരാകുവാൻ 97 ലക്ഷം ജനങ്ങളാണ് 102 വയസ്സിന് മുമ്പായിട്ട് അദ്ദേഹത്തിന്റെ യജ്ഞത്തിൽ കൂടി, പ്രവർത്തനത്തിൽ കൂടി അതേ പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് വരിക. അങ്ങനെ എന്റെ പ്രിയപ്പെട്ടവരെ, മൻ ഖാഫല്ലാഹു ഖാഫഹു കുല്ലു ഷൈഇൻ, ഖാജയെ കണ്ടപ്പോ പേടിച്ചു പോയി. ആ സൈന്യം കീഴടങ്ങുകയാണ്. കുറെ നാൾ അവിടെ താമസിച്ചപ്പോൾ വീണ്ടും പ്രശ്നമാണ്. എവിടെയും മന്ത്രവാദികളാണ്, ചൂഷണം ചെയ്ത് ജനങ്ങളെ വിഷമിപ്പിക്കുന്ന ആൾക്കാരാണ്. രജപുത്ര കുടുംബമാണ് അവിടെ താമസിക്കുന്നത്. അങ്ങനെ അല്പകാല ശേഷം പൃഥ്വിരാജാവും മുഹമ്മദ് ഘോറിയുമായി യുദ്ധം നടക്കുന്നു. മുഹമ്മദ് ഘോറി പൃഥ്വിരാജാവിനെ അമ്പെ പരാജയപ്പെടുത്തുന്നു. അജ്മീർ ശാന്തസുന്ദരമായ നഗരമായി മാറുന്നു. അവിടെ ഖാജാക്ക് അവിടെ പ്രവേശനം ഇല്ല. എന്ന് പറഞ്ഞാൽ ഈ പൃഥ്വിരാജാവിനെയും ആയിരക്കണക്കിന് പട്ടാളക്കാരെയും സൈനികരെയും പരാജയപ്പെടുത്തുന്നത് അതേ മുഹമ്മദ് ഘോറിയായിരുന്നു. ഈ പൃഥ്വിരാജാവിനെ പരാജയപ്പെടുത്തുന്നത്. അവിടെ ഖാജാക്ക് ഒരു സീറ്റില്ല ഉണ്ടോ? അവരും പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് വരികയാണ്. അജ്മീർ ശാന്തസുന്ദരമായ നഗരമായി മാറുകയാണ്. എവിടെയും സന്തോഷം, ആനന്ദം. ഇതിനിടയിലാണ് വേറൊരു കറാമത്ത് വെളിവാകാൻ വേണ്ടി പടച്ചതമ്പുരാൻ ഒരു ഹിക്മത്ത് ഇട്ട് കൊടുക്കുന്നു. ഷെയ്ഖ് അലി എന്ന് പേരുള്ള ഒരു അത്യാഗ്രഹിയെ അജ്മീറിലുള്ള ജനങ്ങളെല്ലാം കൂടെ വളഞ്ഞിട്ട് തല്ലുകയാണ്. ഇത് ഖാജ കാണുന്നു, അന്വേഷിക്കുന്നു. ഇയാൾ ഞങ്ങളിൽ നിന്നും കടം വാങ്ങിച്ച് സുഭിക്ഷമായി ജീവിക്കുകയാണ്. 100 രൂപ എന്നിൽ നിന്നും കടം വാങ്ങിച്ചാൽ ഇന്നലെ വാങ്ങിച്ചവന് കൊടുക്കുന്നു. 100 രൂപ എന്നിൽ നിന്നും കടം വാങ്ങിച്ചാൽ മെനഞ്ഞാന്ന് വാങ്ങിച്ചവന് ഈ പൈസ കൊടുക്കുന്നു. അങ്ങനെ വാക്ക് പാലിച്ചുകൊണ്ട് സന്തോഷമായിട്ട് ഇയാൾ ജീവിക്കുകയാണ്. അയാളെ ജോലി കടം വാങ്ങലാണ്. അതാണ് അയാളുടെ ജോലി. പക്ഷേ ചിലർക്ക് കൊടുക്കും, ചിലർക്ക് കൊടുക്കുകയില്ല. ഇതെല്ലാം കേട്ടപ്പോൾ അയാളുടെ ദാരിദ്ര്യാവസ്ഥയെ മനസ്സിലാക്കി ഔദാര്യവാനായ ഖാജാ മുഈനുദ്ദീൻ ചിസ്തി തങ്ങൾ ഒരു സഞ്ചി ഏൽപ്പിക്കുകയാണ്. ആ സഞ്ചിയിൽ ഒരു നയാ പൈസ പോലും ഇല്ല. ഇതിൽ നിന്റെ കടം വീട്ടാനുള്ള വകയുണ്ട്, നീ വീട്ടുക. അപ്പോൾ ഈ ഷെയ്ഖ് അലി എന്ന് പേരുള്ള ആള് പറഞ്ഞു, ഇതിലൊരു പൈസ ഇല്ലല്ലോ നിങ്ങൾ എന്നെ കൂടെ പറ്റിക്കല്ലേ, ഞാനേ പറ്റിച്ചാ ജീവിക്കുന്നത്. അപ്പോൾ പറഞ്ഞു, നീ കൈയിട്ടാൽ മതി, നിന്റെ മുമ്പിൽ വരുന്ന കടക്കാരന് നീ കൊടുക്കാനുള്ള കടക്കാരന്റെ പൈസ അതിനകത്തുണ്ടാവും. അങ്ങനെ വെള്ളികൾ നിറഞ്ഞു വരികയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് ഒരു സഞ്ചി കൊടുത്തത് മാതിരി റസൂലുള്ള ഒരു സഞ്ചി കൊടുത്തു. വിശക്കുമ്പോ കൈയിട്ടാൽ കാരക്ക കിട്ടും. അതേപോലെ ഒരു സംഭവം. അങ്ങനെ അതിൽ ഇഷ്ടം മാതിരി ദീനാർ വെള്ളിത്തുട്ടുകൾ നിറഞ്ഞപ്പോൾ ഇയാൾ എന്ത് ചെയ്തു? 100 രൂപ കൊടുക്കുന്നവന് 200, കൊടുക്കേണ്ടുന്നവന് 200 രൂപ കൊടുക്കാൻ തുടങ്ങി. അപ്പൊ അയാൾ പറഞ്ഞു, എനിക്ക് 100 രൂപയെ തരാനുള്ള 200 രൂപ എനിക്ക് തന്നിരിക്കുകയാണ്. കൊണ്ടുപോടാ, പിന്നെ വാങ്ങിച്ചോളാം. കാര്യം പിന്നെ അഡ്വാൻസ് ഇയാൾ കൊടുക്കുകയാണ്, പിന്നെ വാങ്ങാൻ വേണ്ടി. ഖാജയെ പറ്റിക്കണം. ഖാജയുടെ കഴിവ് കൊണ്ട് അല്ലെങ്കിൽ ആ കറാമത്ത് കൊണ്ട് പണം ഇഷ്ടം മാതിരി വരികയല്ലേ. ഈ നിലയിൽ അവൻ പ്രവർത്തിച്ചപ്പോൾ ഖാജ ആ സഞ്ചിയിലേക്കൊന്ന് നോക്കി. അയാളുടെ സഞ്ചിക്കകത്ത് അയാളുടെ കൈയൊട്ടിപ്പോയി. അയാൾ കരയുന്നു, പശ്ചാത്തപിക്കുന്നു. അവസാനം അയാൾ മാപ്പ് ചോദിക്കുന്നു. ജനങ്ങൾ വാലിമന്നാസ്, ജനങ്ങൾ അറിഞ്ഞ് കറാമത്ത് ഖാജ വാസ്ലമു ബാക്കിഹിം, അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ കുറെ, ബാക്കിയുള്ള ആൾക്കാർ പരിശുദ്ധമായ ഖാജയുടെ കലിമത്തു തഹ്ലീലിലേക്ക്, അതേ പരിശുദ്ധമായ മരത്തിലേക്ക്, അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മരത്തിന്റെ ചോട്ടിൽ വരികയാണ്.
എന്റെ പ്രിയപ്പെട്ടവര്, പിന്നെയും യുദ്ധങ്ങൾ നടക്കുകയാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. ഇസ്ലാമിക മന്ത്രവാദി, ഇസ്ലാമായ മന്ത്രവാദി, ഒരു മന്ത്രവാദി ഇതിനിടയിൽ ഇസ്ലാമായിരുന്നു. അയാൾ പറഞ്ഞു, തങ്ങളെ ഇവിടത്തെ പല വർഗക്കാരുമായി രജപുത്രന്മാർ യുദ്ധം ചെയ്ത് കീഴടക്കുകയാണ്. ഇവിടെ കുറഞ്ഞവരും കൂടിയവരും വെളുത്തവരും കറുത്തവരും വസ്ത്രമില്ലാത്ത ആൾക്കാരും പല്ല് തേക്കാത്തവരും കുളിക്കാത്തവരും നിറം കുറഞ്ഞവരും കാട്ടു സാധനങ്ങളെല്ലാം തിന്നുന്നവരും കാട്ടു ജന്തുക്കളെ പിടിച്ച് പച്ചയോടുകൂടി തിന്നുന്നവരും അങ്ങനെ പലരുമുണ്ട്. ആ കൂട്ടത്തിൽ രജപുത്രന്മാർ ആ കൂട്ടത്തിൽ കുറവാണ്. അവർ യുദ്ധം ചെയ്ത് ആയുധമുള്ളവരാണ്, യുദ്ധം ചെയ്ത് കീഴടക്കുകയാണ്. പരിഹാരം വേണം തങ്ങളെ. ഖാജ പറഞ്ഞു, താമസം പിന്നെ പരിഹാരമുണ്ടാകും. അല്പകാല ശേഷം മുഅയ്യിൻ ശിഹാബുദ്ദീൻ എന്ന രാജാവും സൈന്യവും രജപുത്രന്മാരുമായിട്ട് തർക്കമുണ്ടായി, യുദ്ധം നടന്നു. അവരെ ഒതുക്കി തീർക്കുകയാണ്. ഡൽഹി, അജ്മീർ, ബംഗാൾ, ദുവാബ് എന്നീ രാജ്യങ്ങളെ കീഴടക്കുകയാണ് ശിഹാബുദ്ദീൻ എന്ന രാജാവ്. എന്നിട്ട് അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കുകയാണ്. പണ്ട് ആ നാട് എത്ര മോശമായിരുന്ന നാടെന്നറിയാമോ എന്റെ പ്രിയപ്പെട്ടവരെ? കുമാരനാശാൻ പറഞ്ഞതുപോലെ തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽ പെട്ടാലും ദോഷമുള്ളോർ, കെട്ടില്ലാത്തോർ തമ്മിലുണ്ണാത്തോരിങ്ങനെ എത്രയോ ജാതിക്കോ മരങ്ങൾ, എത്രയോ ജാതിക്കോ മരങ്ങൾ. എല്ലാവരും രാജാവ്, എല്ലാവർക്കും രാജാവ് ശിഹാബുദ്ദീൻ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നു. ഖാജയുടെ ആത്മീയ നേതൃത്വത്തിന്റെ പിന്നിൽ, ഖാജയുടെ ആത്മീയ നിയന്ത്രണത്തിൽ സന്തുഷ്ടമായ ജീവിതം. എല്ലാ മന്ത്രവാദികളുടെ ചൂഷണങ്ങൾ, വഞ്ചനകൾ രഹസ്യവും പരസ്യവുമായി നടക്കുകയാണ് വീണ്ടും. ഈ സന്ദർഭത്തിലാണ് അജപാൽ എന്ന വമ്പൻ മന്ത്രവാദി 1500 മാന്ത്രികരുമായിട്ട് ഖാജയെ വെല്ലുവിളിക്കാൻ വരുന്നത്. ഖാജയെ വെല്ലുവിളിക്കാൻ വരികയാണ്. അയാൾ ഖാജയെ കണ്ടപ്പോ തന്നെ അയാൾ പത്തി മടക്കി. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ അവരും പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് വരികയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആയിരക്കണക്കിന് ആൾക്കാർ നോക്കി നിൽക്കെ, ഈ 1500 മന്ത്രവാദികൾ പരിശുദ്ധമായ ഖാജയുടെ മുമ്പിൽ വന്ന് അത് പറഞ്ഞു തരൂല ഇലാഹ ഇല്ലല്ലാഹ്, അങ്ങനെ ഇസ്ലാമിലേക്ക് വരികയാണ്. അജ്മീർ ശാന്തമാവുന്നു. 97 ലക്ഷം നവമുസ്ലിമീങ്ങളും ആത്മീയ നേതാവായി ഖാജ വാണരുളുകയാണ്. ഈ സമയത്താണ് അന്നാസാഗറിലെ വെള്ളം എടുക്കാൻ പാടില്ല എന്നൊരു കൽപ്പന വന്നത്. ഈ കൂജയിൽ കുറച്ചെടുത്തുകൊള്ളട്ടെ. അങ്ങനെ രാജാവ് അനുവാദം കൊടുക്കുന്നു. കൂജയിൽ വെള്ളം അങ്ങോട്ട് കടന്നപ്പോൾ അന്നാസാഗർ ബിഅംരി മുഈനുദ്ദീൻ ഖാജ വാജിഹറ ഇസ്സഹുൽ ഉലുമാ അദാമല്ലില്ല ബിൽ ഖാജ വഅസ്ലമ അഹീലു രാജസ്ഥാൻ ബിദഅവത്തിൻ മിനൽ ഖാജ. അന്നാസാഗർ പറ്റിപ്പോയിടോ. രാജസ്ഥാൻ നിവാസികൾ പരിശുദ്ധമായ ഖാജ പഠിപ്പിച്ച കലിമത്തുൻ തയ്യിബ, പരിശുദ്ധമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയുടെ കലിമത്താകുന്ന വൻമരത്തിന്റെ ചോട്ടിൽ വിശ്രമിക്കുന്നു. മുസ്ലിം ലോകമേ, സഹോദര മതക്കാരെ, അനാചാരവും അക്രമവും അധർമ്മവും കൊള്ളയും കൊലയും ചൂഷണവും കൊലപാതകവും കൊണ്ട് രക്തപങ്കിലമായ ഒരു രാജ്യമായിരുന്നു ആ രാജ്യം. ഉണ്ടോ? ഇപ്പോൾ എങ്ങനെയായി? ലോകത്തെ 2ാമത്തെ മക്ക എന്നറിയപ്പെടുന്ന അജ്മീർ സാമ്രാജ്യം, അതുമായിട്ട് ബന്ധപ്പെടുവാനും ആ ഖാജയെ സ്നേഹിക്കുവാനും നമുക്ക് അല്ലാഹു അനുഗ്രഹം ചെയ്യുമാറാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി അടുത്ത എപ്പിസോഡിൽ ഇതിന്റെ ബാക്കി നമുക്ക് പറയാം. അസ്സലാമു അലൈക്കും.